പതിവ് തെറ്റാതെ സ്വർണ്ണവിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ വില വർധനവ് ചൂണ്ടിയത് 1 ലക്ഷത്തിൽ അധികം രൂപയിലേക്ക് ഒരു ആൾ, ഞാനോ നിങ്ങളോ ഒക്കെ തന്നെ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടത് പണിക്കൂലി സഹിതം 1,02,000 രൂപ വരുന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ വലിയ വിലവർധന ഉണ്ടായി. ഗ്രാമിന് 150 രൂപ, അതേസമയം ഇന്ന് കൂടുകയും 11,265 രൂപയായി പവന് വില മാറി. 94,120 രൂപയായി അങ്ങനെ പവന് മാറുന്നുണ്ട്. രാവിലെ ഗ്രാമിന് 300 രൂപ കൂടിയെങ്കിലും പിന്നീട് 180 രൂപ കുറഞ്ഞിരുന്നു. അതായത് ഒരു ചെറിയ കുറവ് മാത്രം ഉച്ചയ്ക്ക് ശേഷം വന്നു. സാധാരണ ഉച്ചയ്ക്ക് ശേഷവും അങ്ങനെ ഗണ്യമായി ഉയരേണ്ടതാണ് പതിവ്, പക്ഷേ ഒരു കുറവാണ് വന്നത്. നമുക്ക് എന്താണ് ഈ സ്വർണ്ണവിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്നുകൂടി ഓരോ ദിവസവും നമ്മൾ വിലയിരുത്തുന്നു. പക്ഷേ ഇതിപ്പോൾ 1 ലക്ഷം രൂപയിലധികം നമ്മുടെ കൈകളിൽ നിന്നും സ്വർണ്ണത്തിന് നൽകേണ്ടി വരുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും 2 പേര് ചേരുന്നു. അനഘയും ചേരുന്നുണ്ട്, ഒപ്പം ഡോക്ടർ പ്രസാദ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അനഘ, ഈ സ്വർണത്തിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷേ അത്ഭുതം ഊറുന്നത് ഇന്നിപ്പോൾ 1 ലക്ഷം രൂപയിലധികം, 1 ലക്ഷത്തി കണക്കുകൾ ഏകദേശം നോക്കുമ്പോൾ ഈ 94,000 സംതിങ് ആണ് പവനിലേക്ക് എത്തുമ്പോഴും നമ്മൾ കടയിലേക്ക് ചെല്ലുമ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും? കൃത്യമായിട്ട് കൃത്യമല്ല ഒരു ഏകദേശ കണക്കനുസരിച്ചാണെങ്കിൽ. അതിനും ഒരു കാര്യം പറയട്ടെ, കുറച്ചു മുമ്പ് വീണ്ടും കൂടിയിട്ടുണ്ട്. വീണ്ടും കൂടി 1 ഗ്രാമിന് 120 കുറഞ്ഞു. 150 കുറഞ്ഞിട്ട് ഇപ്പൊ 120 രൂപ കുറച്ചു മുൻപ് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത്. 1 ലക്ഷത്തിലധികം എന്തായാലും 1 ലക്ഷത്തിലധികം, അത് കുറച്ചു നാൾ മുമ്പും അങ്ങനെയാണ്. 1 ലക്ഷത്തിലധികം എങ്ങനെയായാലും പണിക്കൂലിയും കൂടെ ചേർന്ന് വരുമ്പം സ്വർണം വാങ്ങാൻ, അതായത് ആഭരണങ്ങൾ വാങ്ങാൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. അത് ഈ അതായത് നമ്മളിപ്പോൾ 94,000 കൂടി എന്ന് പറഞ്ഞു. ഇപ്പോൾ വന്ന ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണെങ്കിൽ അത് 95 എത്തിയോ? ഇല്ല, 94. അപ്പോൾ 1 ലക്ഷം രൂപ ആവാൻ വേണ്ടി ഇനി അധിക സമയമില്ല, അധിക ദിവസങ്ങൾ വേണ്ടിയില്ല. ഈ വാരത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ സ്വർണം വാങ്ങുന്നു എന്നുള്ളത് അറിയേണ്ട കാര്യമുണ്ട്. സ്വർണം എത്രത്തോളം വാങ്ങും? സ്വർണ്ണത്തോട് വിരക്തിയുള്ള ആളാണോ? അല്ലേ, അല്ല, അത് സ്വർണം വാങ്ങുന്നില്ല, അത് വ്യക്തിപരമായ താല്പര്യം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ സ്വർണ്ണവില ഉയരുമ്പോഴും കുറയുമ്പോഴും ഞാനിതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. കാരണം നമ്മളെപ്പോഴും വിവാഹവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി മാറിയ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്വർണം, നമ്മൾ ഇതിനെതിരെ ഒരുപാട് സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമയമെങ്കിലും, ഈ സ്വർണത്തിൽ വില കൂടുന്ന ഈ സമയമെങ്കിലും, അതായത് പറ്റുന്നവർ വാങ്ങട്ടെ, അതൊരു ചോയ്സ് ആയി മാറണമല്ലോ. അല്ലാതെ ഇതൊരു എല്ലാവരും നിർബന്ധമായി വാങ്ങണം, അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒരു സാധനമല്ലല്ലോ. ഡോക്ടർ പ്രസാദ് കുമാർ, ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഒരു നൂലുകെട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു ബന്ധുവിൻ്റെ ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നൂലുകെട്ടിനൊക്കെ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിൽ കൊടുക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. കൊടുക്കുമ്പോൾ ചെറിയ കുഞ്ഞ് മോതിരത്തിനാണെങ്കിലും 1 ഗ്രാമോ അല്ലെങ്കിൽ 2 ഗ്രാമോ കൊടുക്കണം. ഇപ്പോൾ അങ്ങനെ ഒരു നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാമോ അല്ലെങ്കിൽ ചെറിയ അളവിലേക്ക് മാറുന്നു. പിന്നീട് ഈ പറയുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ള വലിയൊരു ആശങ്ക ഉള്ളിലുണ്ട്. അതായത് വിവാഹം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തരി പൊന്നെങ്കിലും ഇടേണ്ട ഒരു കാഴ്ചപ്പാട് നാട്ടുപ്രദേശം സംബന്ധിച്ചോളം എന്താണ് പ്രസാദിനെ സംബന്ധിച്ചോളം ഇത്തരം കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ടോ? അതല്ല, ഇതും ഇനി അനുവർത്തിച്ച് ഇതിനൊപ്പം എത്ര വില കൂടിയാലും അതിനനുസരിച്ച് നമ്മൾ അതിനൊപ്പം ഒഴുക്കിനൊപ്പം അങ്ങ് നീങ്ങുന്നതാണോ? ഇല്ല, വേണ്ട. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നതിലും ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, നാട്ടുമ്പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു കല്യാണം, ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കണമെങ്കിൽ ബന്ധുക്കളൊക്കെ സ്വർണം തരും. ഇപ്പോൾ പണ്ടൊക്കെ തന്ന സ്വർണ്ണം ഇപ്പോൾ അടുത്ത കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര രൂപ വ്യത്യാസം ഒന്നും. ഒരു കല്യാണം നിശ്ചയം കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ 20,000 രൂപയുടെ വ്യത്യാസം. അതായത് നാട്ടിൻപുറത്തെ പ്രസാദ് പറഞ്ഞ നാട്ടിൻപുറത്തെ ഒരു കാര്യമാണ്. കാരണം എൻ്റെ മകളുടെ കല്യാണത്തിന് ഇന്ന വീട്ടിൽ നിന്നും ഇത്ര കൊടുത്തു, അവിടെ കൊടുത്തു, അവർ പറയും. അപ്പോൾ അവരുടെ കല്യാണത്തിന് അവർ തന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു സോഷ്യൽ ഒരു പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്. ഉണ്ട്. അപ്പോൾ 25,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ വിലയുള്ള സമയത്തായിരിക്കും ഒരു പവനെങ്കിൽ 2 പവൻ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 95,000 രൂപ കൊടുത്ത് പവൻ വാങ്ങുക എന്നുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവർക്ക്, മറ്റുള്ളവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടാവാം. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളവർക്ക് ആ ബാധ്യതയുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറും. കല്യാണം ഇപ്പോൾ അനഘ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് വേണ്ടാന്ന് പറയുന്ന പെൺകുട്ടി, എനിക്ക് 2 പെൺകുട്ടികളാണ്. ആ 2 പേരും കല്യാണത്തിന് സ്വർണ്ണമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ബന്ധുക്കളൊക്കെ സമ്മതിക്കുമെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്രയും അങ്ങനെ ഒരു നിലപാടെടുത്ത്, കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ന്യൂ ജനറേഷൻ, അപ്പോൾ അങ്ങനെ ഒരു ഈ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്ത് വരുന്ന ആളുകളുണ്ടോ? ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു യുവതയുണ്ടോ? ഇപ്പൊ ശരിക്കും കുട്ടികൾ ഒരു 90% ഉണ്ട്. ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഒരുപാട് പേരും സ്വർണ്ണം ഇടാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പം പിള്ളേരുടെ അടുത്തൊക്കെ സ്വർണ്ണം മാലയും വളയൊക്കെ ഉണ്ടെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ ഇടൂ. അവർ നോർമലി അവർ ഇടാറേ ഇല്ല. ആരാ നിർബന്ധിക്കുന്നത്? അവിടെ അച്ഛനമ്മയ്ക്ക് തന്നെ നിർബന്ധിക്കണം. നമ്മളൊരു ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ അവർ
പറയല്ലോ ഇത്രയും പ്രായമായ കുട്ടികൾ എന്താ സ്വർണ്ണം ഇല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നാട്ടുമുറകളിൽ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അമ്മയൊക്കെ ഉള്ള സമയത്ത് അമ്മ ചോദിക്കും എന്താ ഇതൊന്നും ഇടാത്തതെന്ന് കുട്ടികളോട് ചോദിക്കും. അതായത് പിന്നെ പ്രസാദേട്ടൻ എന്തായാലും പ്രസാദേട്ടൻ 2 മക്കള് അവർ സ്വർണം വേണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധിക്കുന്നില്ല, എന്തായാലും നിർബന്ധിക്കുന്നില്ല. ഭാഗ്യം. പിന്നെ അനഘ, ഒരു കാര്യം, ഈ സ്വർണ്ണക്കടകളിലൊക്കെ എങ്ങനെയാണ് ഒരു അവസ്ഥ? ഏകദേശം നമ്മളൊക്കെ പോകുമ്പോഴൊക്കെ നേരത്തേക്ക് തിരക്ക് നല്ല, അതായത് തലസ്ഥാനത്തേക്ക് ആണെങ്കിലും പ്രധാനപ്പെട്ട സ്വർണ്ണക്കടകളിലൊക്കെ തിരക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്ക് ഇപ്പോഴും ഉണ്ടോ, കാണുന്നുണ്ടോ ഈ വില കൂടുമ്പോൾ? ഇതില് 2 കാര്യമുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ടുള്ള തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവണം. വേറൊരു കാര്യം, ഇപ്പം ഇപ്പം സ്വർണ്ണവില ഒരു ഇരട്ടിയോളം കഴിഞ്ഞ ഒരു കുറച്ച് നാൾക്ക് നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇവർ വാങ്ങുന്ന അളവ് കുറയ്ക്കുന്നതേ ഉള്ളൂ. അവരുദ്ദേശിക്കുന്ന എമൗണ്ടിന് പൈസ ഉള്ളവർ ഇപ്പോഴും വാങ്ങുന്നുണ്ട്. പിന്നെ വിവാഹം മറ്റു ബന്ധപ്പെട്ടൊക്കെ ആളുകൾ ഈ എമൗണ്ട് ഇതിന്റെ അളവ് കുറയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഉദ്ദേശിക്കുന്ന തുകയ്ക്ക് ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ആ ഒരു പ്രക്രിയ ഇപ്പോഴും നടക്കുകയാണെന്ന് കുറയാനുള്ള ഒരു സാധ്യത ഇല്ല, കാണുന്നില്ല. കാരണം കഴിഞ്ഞ മാസം നമ്മൾ ഈ സ്വർണ്ണവില കൂടിയ സമയത്ത് ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഭീമ ഗോവിന്ദന്റെ ബൈറ്റിൽ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ട്, പക്ഷേ വില കൂടുന്നതുകൊണ്ട് അതിൽ കുറവ് വരുന്നില്ല. മീൻസ് കാരണം നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിചാരിച്ച് ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ഈ ചർച്ചകൾ, ഈ പശ്ചിമേഷ്യൻ ചർച്ച, യുദ്ധമല്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കുറഞ്ഞേക്കാമെന്നാണ് ആരും പ്രതീക്ഷിച്ചത്. പക്ഷേ കുറഞ്ഞില്ല, ഇരട്ടിയായിട്ട് കൂടുകയും ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞ ഒരു പണിക്കൂലിയുടെ പ്രശ്നം കൂടെ നമ്മൾ സംസാരിച്ചിരുന്നു. പണിക്കൂലി ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് പവന്റെ വില കൂടുന്നതനുസരിച്ച് പണിക്കൂലി കൂടും. സാധാരണ അതായത് പവന്റെ വില കൂടുന്നതനുസരിച്ച് പണിക്കൂലിയും കൂടുന്നു. ശതമാനമാണ്. എത്ര രൂപയാണോ സ്വർണ്ണത്തിന് ഒരു പവന് വില വരുന്നത് അതിനനുസരിച്ചാണ് പണിക്കൂലി ശതമാനത്തിൽ ഈടാക്കുകയാണ്. അല്ലാതെ ഒരു ആഭരണത്തിന്റെ കൂലിയല്ല. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ 2 രീതി, ഇപ്പൊ നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കോയിൻ രൂപത്തിൽ വാങ്ങാം. അപ്പൊ പണിക്കൂലി എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വരുന്നില്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഇതിലുണ്ട്. നിക്ഷേപമായിട്ട് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാഭമാണ്. എന്തായാലും കാലോചിതമായിട്ട് ആളുകൾ ചിന്തിക്കട്ടെ. സ്വർണത്തിന്റെ വില വളരെ ഗണ്യമായി ഉയരുന്നു. ഓരോ ദിവസവും നമ്മൾ അത്ഭുതം ഊർന്നില്ല. പക്ഷെ ഒരു 1 ലക്ഷം പിന്നിട്ട് ഒരു പവൻ സ്വർണത്തിന് 1,02,000 രൂപ വരെ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇനി ശരാശരി യഥാർത്ഥ റേറ്റ് 1 ലക്ഷം പിന്നിടാൻ അധിക ദിവസം ഉണ്ടാകില്ല. ഈ പോക്കാണെങ്കിൽ ഈ വാരത്തിൽ തന്നെ, ഈ ആഴ്ചയിൽ തന്നെ അത് സംഭവിച്ചേക്കാം.